മൂന്ന് പേരും കെട്ടിപ്പിടിച്ചിട്ട് പുതച്ചിട്ട് ഒരു കിടന്നുറങ്ങുന്ന ഒരു സംഭവം മനസ്സിലായില്ല. അതിങ്ങനെ ലോകം എന്താന്ന് അറിയാതെ ഉള്ളിൽ കിടന്ന് ഒരു ഉറങ്ങുന്ന സമയം. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നത്തെ ജെൻസി അവരുടെ അറിവ് എന്താണ്, എന്തൊരറിവാ, അതൊന്നും അലയിക്കാനും പറ്റുന്നില്ല. കാരണം നമ്മൾ സമൂഹം സംസാരിക്കുന്ന എന്താ, ഇന്ന് ജെൻസി ചെയ്യുന്ന ചില തെറ്റുകൾ മാത്രമാണ് എടുത്തു പറയുന്നത്. ഇപ്പോൾ ഞങ്ങളിങ്ങനെ സാറിനെ അടുത്തറിയുന്ന സമയത്ത് മനസ്സിലാക്കുന്നുണ്ട്, സാറിൻ്റെ മക്കളെ സാർ വളരെ ചേർത്ത് പിടിച്ച് ഒരു നല്ലൊരു ഫ്രണ്ടായിട്ടാണ് എനിക്ക് എന്തുള്ളത് തോന്നിയിട്ടുണ്ട്. അങ്ങനെ തന്നെയാണോ സാർ മക്കളോടുള്ളൊരു ആറ്റിറ്റ്യൂഡും ആ ഒരു എങ്ങനെയാണ് ആ കെയറിങ് ഒന്ന് പറയുന്നത് സാർ? ജീവിതത്തിൽ മക്കളുണ്ടാവുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്, മനസ്സിലായില്ലേ. അപ്പം നമ്മളിങ്ങനെ ഒരു പാഷൻ, പർപ്പസ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന സമയത്ത് നമ്മൾക്കും ഒരു ആഗ്രഹം ഉണ്ടാവും, മക്കൾക്ക് അവരാഗ്രഹിച്ച പോലെ നമ്മൾ വളർത്തണം. ചിലപ്പോൾ നമ്മളെ കുട്ടിക്കാലത്തൊക്കെ ആ രീതിയിൽ ചിലപ്പം ആ കാലഘട്ടത്തിൽ അങ്ങനെ ചിന്തിച്ചതുകൊണ്ട് അവരങ്ങനെ വളർത്തിയിട്ടുണ്ടാവും. അപ്പം അവർക്ക് ആഗ്രഹിക്കുന്ന പോലെ നമ്മൾ വളർത്തണം. അവരുടെ മനസ്സിലുള്ള എന്താണോ സങ്കല്പങ്ങൾ അത് നമുക്ക് പുറത്തു കൊണ്ടുവരണം. അവൻ എന്ത് ജോലി ചെയ്യുന്നത് അപ്പുറത്ത്, അവനിപ്പോൾ ഒരു ഓട്ടോ ഡ്രൈവർ ആയാലും കുഴപ്പമില്ല, ഒരു ഉന്തുവണ്ടിയിൽ പച്ചക്കറി വിറ്റാലും കുഴപ്പമില്ല, അവൻ ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനായിട്ട് ഉണ്ടാവണം. അവനൊരിക്കലും ഒരു ബാധ്യതയായിട്ട് സമൂഹത്തിനാവരുത്, നാലാളെ സഹായിക്കുന്ന ഒരു മനുഷ്യനായിട്ട് ഉണ്ടാവണം. ഈ നാടിൻ്റെ നന്മക്കും ഈ നാടിൻ്റെ പുരോഗതിക്കും അവൻ്റെ പങ്ക് അവൻ ചെയ്തിരിക്കണം എന്ന് വിശ്വസിക്കുന്നതാണ്, മനസ്സിലല്ലേ. അപ്പം ഇതൊക്കെ ഒരു ആഴത്തിലുള്ള ഒരു വാക്കുകളാണ്, മനസ്സിലല്ലേ. അങ്ങനെയായിരിക്കും ആ കുട്ടികൾ എങ്ങനെയായിരിക്കണം, മനസ്സിലല്ലേ. പിന്നെ കാലഘട്ടത്തിനനുസരിച്ച് വേണം നമ്മൾ കുട്ടികളെ വളർത്താനായിട്ട്. എൻ്റെ അച്ഛനോ എൻ്റെ ഉപ്പയോ വളർത്തിയ പോലെ ആയിരിക്കരുത് ഇന്നത്തെ കാലഘട്ടം. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നത്തെ ജെൻസി അവരുടെ അറിവ് എന്താണ്, എന്തൊരറിവാ, അതൊന്നും അലയിക്കാനും പറ്റുന്നില്ല. കാരണം നമ്മൾ സമൂഹം സംസാരിക്കുന്ന എന്താ, ഇന്ന് ജെൻസി ചെയ്യുന്ന ചില തെറ്റുകൾ മാത്രമാണ് എടുത്തു പറയുന്നത്. ഞാൻ ആ ഭാഗമേ ചിന്തിക്കാറില്ല. ബട്ട് അവരുടെ അറിവ്, അവരുടെ കഴിവ് എന്താണ് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല, ആലയിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പം ആ കുട്ടികൾക്ക് എങ്ങനെയാണ് അത് വേണ്ടത്, ആ രീതിയിൽ. പിന്നെ എന്നുള്ളത് എനിക്ക് എപ്പോഴും അത് ആരടുത്തും മനസ്സ് തുറന്ന് സംസാരിക്കാനും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാനും സ്നേഹിക്കാൻ, അതാണ് എനിക്ക് എൻ്റെ ഇഷ്ടം. എന്തെങ്കിലും മനസ്സിൽ വെച്ചുകൊണ്ട് സംസാരിക്കുന്ന ഇഷ്ടമല്ല പൊതുവേ. അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കളെടുത്തും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവരെ ഓരോ ഏജിൻ്റെ സമയത്തും ഇപ്പം ഞാൻ മക്കളെടുത്ത് ഓരോ വർഷവും നമ്മൾ മാർച്ച് മാസം അല്ലെ ഏപ്രിൽ മാസം ഫിനാൻഷ്യൽ സംസാരിക്കും. എന്താണ് നമ്മളെ വരുമാനം പറയും. ബുദ്ധിമുട്ടുള്ള കാലഘട്ടത്തിൽ ഞാൻ ശരിക്കും പറഞ്ഞിരുന്നു, നമ്മൾ സാമ്പത്തികമായിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിലാണ്, അതുകൊണ്ട് നമ്മൾ ചെലവ് ഇങ്ങനെയായിരിക്കണം, മനസ്സിലായി. എല്ലാ കാര്യങ്ങളും നമ്മൾ സംസാരിക്കാണ്ട്, മനസ്സിലല്ലേ. എൻ്റെ കാര്യങ്ങൾ അവർ സംസാരിക്കും, അവരുടെ കാര്യം സംസാരിക്കും, തമാശ പറയും. ബട്ട് അതേ സമയത്ത് എവിടെ നമ്മളൊരു ഗ്യാപ്പ് വെക്കണോ അവിടെ ആ ഗ്യാപ്പ് വെച്ചിട്ടുണ്ട്, മനസ്സിലായല്ലേ. ഞാനൊരു ദീപക് വരികയാണ്, എൻ്റെ മക്കൾ നിൽക്കുകയാണ്. ദീപക് വന്ന് ഞാൻ ഓട്ടോമാറ്റിക് എൻ്റെ രണ്ട് മക്കളെയും കാണാൻ പറ്റൂല, അവരെവിടെയെങ്കിലും പോയിട്ടുണ്ടാവും. പിന്നെ 1 മണിക്കൂർ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് മക്കള് ദീപക്കാണ്, നിങ്ങൾ എന്താ ഇത്ര നേരം, എൻ്റെ മക്കൾ ചോദിക്കാറില്ല. അറിയാം അതൊരു മീറ്റിംഗ് ആയിരിക്കും, എന്താ പേഴ്സണൽ ആയിരിക്കും. അതിൻ്റെ അപ്പുറം എന്താണ് ദീപക്കായിട്ട് സംസാരിച്ചാൽ അവർ ചോദിക്കാറില്ല, മനസ്സിലായില്ലേ. എൻ്റെ മകൻ്റെ അടുത്ത് നാളെ ഞാൻ മീറ്റിങ്ങിന് പോകുന്നുണ്ട്, ഞാൻ 2 ദിവസത്തേക്ക് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ഞാൻ എന്താവശ്യത്തിനാണ് പോകുന്നത്, മനസ്സിലായി. അപ്പോൾ ആ 2 ദിവസം അവർ എന്നെ ഡിസ്റ്റർബ് ചെയ്യില്ല. എന്നെ വിളിച്ചില്ലല്ലോ, ചോദിച്ചില്ലല്ലോ, പറഞ്ഞില്ലല്ലോ, ഞാൻ വിളിക്കുകയായിരിക്കും. എന്നാലും അവർക്ക് ആ ഒരു കുറവ് പ്രശ്നങ്ങളില്ല. അപ്പോൾ അവരെ കാര്യങ്ങളും അവരെങ്ങോട്ട് പോകുന്നുള്ളത് ഞാൻ മനസ്സിലാക്കുകയും ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്, ഞാൻ എന്താ ചെയ്യുന്നത് അത് മനസ്സിലാക്കിച്ചു. ബട്ട് എന്നാലും ഞങ്ങൾ 3 പേരും കൂടെ ഇരിക്കുന്ന സമയമുണ്ടല്ലോ, എൻ്റെ ജീവിതത്തിൽ 2-3 കാര്യങ്ങളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം. ഒന്ന്, ഉറക്ക്, നന്നായിട്ട് ഉറങ്ങും, കിടന്ന അപ്പം ഉറങ്ങും. സംഘർഷമൊന്നും ഇതൊന്നും ഞാൻ മനസ്സിൽ കയറ്റൂല, കിടന്നാൽ ഞാൻ ഉറങ്ങും. അതുപോലെ തന്നെ എൻ്റെ മക്കൾ കൂടെ ഇരുന്നിട്ട് പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞങ്ങൾ ഈ AC ഒന്ന് കൂട്ടിയിട്ടിട്ട് 3 പേരും കെട്ടിപ്പിടിച്ചിട്ട് പുതച്ചിട്ട് ഒരു കിടന്നുറങ്ങുന്ന ഒരു സംഭവം, മനസ്സിലായില്ല. അതിങ്ങനെ ലോകം എന്താന്ന് അറിയാതെ ഉള്ളിൽ കിടന്ന് ഒരു ഉറങ്ങുന്ന സമയത്ത്. പിന്നെ എപ്പോഴും ഞാനൊരു എല്ലാവരെയും കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, തനിച്ച് നിൽക്കാൻ ഇഷ്ടമല്ല. അപ്പോൾ ഒരു 5-6 പേര് എനിക്ക് ഇഷ്ടമുള്ള ഫ്രണ്ട്സിൻ്റെ കൂടെ, അതൊരു മീറ്റിങ്ങിലായാലും ശരി, ഭക്ഷണത്തിൻ്റെ അടുത്തായാലും ശരി, വീട്ടിലായാലും ശരി, അതാണ് എനിക്ക് ഇഷ്ടം, മനസ്സിലായി. എപ്പോഴും എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം. അപ്പം അടുത്ത സ്ഥലത്തേക്ക് പോകണം, അവിടെ കുറേ ആൾക്കാരെ കാണണം, അപ്പം യാത്ര ചെയ്യുക. ഇതുപോലെ
ആ രീതിയിൽപ്പെട്ടതാണ് എൻ്റെ മക്കൾ കൂടെ നിൽക്കുന്നത്. മക്കളാണ് ആസ്തി. അപ്പോൾ നാളെ ഞാൻ മരിക്കുന്ന സമയത്ത് എനിക്ക് അവരെ പറ്റി ചിന്തിക്കുമ്പോൾ സന്തോഷത്തിൽ മാത്രം ഉണ്ടാവണം. എൻ്റെ ഫാദർ എനിക്കിത് ചെയ്തു തന്നു എന്ന് വെച്ചാൽ കുറേ അസറ്റ് ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് കാര്യമില്ല. ഒറ്റ കാര്യം എനിക്ക് നിർബന്ധമുള്ളൂ, വാല്യൂ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. വാല്യൂ ക്രിയേറ്റ് ചെയ്ത് അതാണ് ഞാൻ അവരോട് ശ്രമിക്കുന്നത്. ആ വാല്യൂസ് മാത്രം, ലൈഫിൻ്റെ വാല്യൂസ് ഓരോ കാലഘട്ടത്തിൽ എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക. അത് അവർ കീപ്പപ്പ് ചെയ്താൽ തന്നെ നമുക്ക് അഭിമാനം തോന്നും. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത്, അവർ ഉന്തുവണ്ടിയായാലും കുഴപ്പമില്ല, ഓട്ടോറിക്ഷ ഡ്രൈവർ ആയാലും കുഴപ്പമില്ല, പിന്നെ IAS ഓഫീസർ ആയാലും കുഴപ്പമില്ല, എന്തായാലും കുഴപ്പമില്ല. ബട്ട് ആ വാല്യൂസ് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നമുക്ക് മനസ്സിൽ സന്തോഷം.